എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡോക്ടർ ആമഡോയും ജീകണും അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാണ്. ഡോക്ടർ ആമഡോ ആണെങ്കിൽ ഒരു വലിയ ബോക്സ് അതങ്ങനെ തോളത്തെടുക്കും. അതിന് ജീകൻ ചോദിക്കും, നമ്മൾ ഇത്രയും നാളും കളക്ട് ചെയ്ത ഈ ഒരു ബോക്സ് അത് മാത്രം മതിയോ? ഡോക്ടർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നീ കളക്ട് ചെയ്ത ലീഫ് വില്ലേജിലെ ഇൻഡൽസും ഞാനും നീയും ഒരുമിച്ച് ചേർന്ന് കളക്ട് ചെയ്ത ഇൻഡൽസും ഇതെല്ലാം ഈ ബോക്സിലുണ്ട്. എനിക്കിപ്പോ ഇതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എത്രയും വേഗം നമ്മുടെ മിഷൻ അത് ആരംഭിക്കണം. നമ്മുടെ രണ്ടുപേരുടെ ശത്രു മറ്റാരുമല്ല, സാക്ഷാൽ ജീകനാണ്. നമ്മുടെ ഈ ഒരു എയിം അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂന്ന് പറയും. അതിന് ജീകനാണെങ്കിൽ അവന്റെ സമരൻ ജിപ്സു അതുപയോഗിച്ച് ഒരു ജയന്റ് സമരൻ തവളയെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ തവള അതതിന്റെ വാ തുറക്കും. ആമഡോ ആണെങ്കിൽ ആ ഒരു ബോക്സുമായി അതിന്റെ വായിലേക്ക് കയറുകയാണ്. അടുത്ത നിമിഷം ഒരു വമ്പ ട്വിസ്റ്റ് കൊടുത്ത് ഡെൽറ്റ പെണ്ണ് അവൾ അവിടേക്ക് കടന്നു വരും. ഡോക്ടർ ആമഡോ, നിങ്ങൾ എന്തായി ചെയ്യണേ? ജീകന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണോ? നിങ്ങൾ രണ്ടുപേരും രഹസ്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഇൻഡൽസ് കളക്ട് ചെയ്ത ബോക്സ് അത് നിങ്ങൾക്ക് എന്തിനാ? ജീകന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഇത്തരത്തിലൊരു മൂവ് അതെന്തിനു നടത്തുന്നു? അത് കേട്ട് ഇവിടെ ജീകനും ഡോക്ടർ ആമഡോയും അവർ രണ്ടുപേരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവളെ അവരോട് എക്സ്പെക്ട് ചെയ്തതല്ല. ഡോക്ടർ ആണെങ്കിൽ അവന്റെ കൈ നീട്ടി ഒരു പ്രത്യേകതരം പവർ ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം ഇമ്മീഡിയറ്റ് ഷട്ട് ഡൗണിൽ അവളങ്ങനെ ബോധം കെട്ട് താഴെ വീഴും. കോജിക്കാഷി വില്ലനാണെങ്കിൽ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ഡോക്ടറിന്റെ പവർ എബിലിറ്റിയും അത് അവൻ അപ്പോഴാണ് കറക്റ്റായിട്ട് തിരിച്ചറിയുക. സ്പോട്ടായിട്ട് അവനൊരാളെ നശിപ്പിക്കാനായിട്ട് കഴിയും. അതായത് സഡൻ ഷട്ട് ഡൗൺ. ഇത്തരത്തിലുള്ള ടെക്നിക്ക് പോലും ആ ഡോക്ടറിന്റെ കയ്യിലുണ്ട്. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ കോജിക്കാഷിയോട് ബൈ ബൈ പറയും. കോജിക്കാഷി അവൻ ആ സമരൻ റിലീസ് ചെയ്യേണ്ട താമസം. ഡോക്ടർ ആണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് എത്തുകയാണ്. അവൻ ആ തവളയുടെ വായിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലീഫ് വില്ലേജില് ചോച്ചോയ് ടീമും എല്ലാവരും ചേർന്ന് ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരും ബൊറൂട്ടാൻ ടീമിനെ പോലെ ട്രെയിനിങ് ഒക്കെ എടുത്ത് വലിയ മിഷൻസ് ഒക്കെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോങ് ഷോട്ടിലായിട്ട് മാസ്റ്റർ മോഗി അവളാണെങ്കിൽ അവർ ട്രെയിനിങ് എടുക്കുന്നതെല്ലാം കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഷിക്കടയാണെങ്കിൽ വന്ന് ലാൻഡ് ചെയ്ത നമ്മുടെ ഈനോജിനെ അവന് ഷാഡോ പവർ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. അടുത്ത നിമിഷം ആമഡോ ഡോക്ടർ അവനാണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ കണ്ടൊന്ന് ഞെട്ടും. ആരാണ്, എന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്? നിങ്ങൾ ഇനിയും അടുത്തേക്ക് വരാൻ പാടില്ല. ഇത് ലീഫ് വില്ലേജിന്റെ ബൗണ്ടറിയാണ്. ഇത് കടക്കാനായിട്ട് പാടില്ല. പിന്നെ ഡോക്ടർ ആണെങ്കിൽ ഷിക്കടയോട് പറയും, എനിക്കറിയാം നീ ആരാണെന്ന്. സാക്ഷാൽ ഷിക്കട, ഷിക്കമരുവിന്റെ മകൻ. എനിക്ക് കാണേണ്ടത് എന്റെ അച്ഛനെയാണ്. അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിലും ഞാൻ നിങ്ങളോടൊപ്പം കൂടാന്നൊക്കെ പറഞ്ഞ് അവൻ നടന്നടുക്കും. ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് നടന്നടുക്കും. അവന്റെ വരവ് കാണുമ്പോൾ തന്നെ അവർക്ക് ടെൻഷൻ കൂടി വരും. ഇവിടെയാണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഡോക്ടറിനെ ലോക്ക് ചെയ്യാണ്. അതിന് ഡോക്ടർ ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഒരു തരം സൗണ്ട് വേവ് ക്രിയേറ്റ് ചെയ്യും. അത് താങ്ങാൻ കഴിയാതെ വേദനയിൽ ഷിക്കട അവൻ നിലവിളിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ ജിപ്സു പവർ അത് ബ്രേക്ക് ആവും. ഞൊട്ടിയടയിൽ അവന്റെ അടുത്തേക്ക് വന്ന ഡോക്ടർ ആണെങ്കിൽ അവന്റെ ബോഡിയിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തി അവനെ മയക്കും. പിന്നീട് കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ട് അവനെ തൂക്കിയെടുക്കും. നിന്നെ ജീവനോട് കൂടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ പപ്പ ഷിക്കടയായിരിക്കും എന്ന് പറയും. പപ്പ ഷിക്കമരു ആയിരിക്കും എന്ന് പറയും. അതേസമയം ഈനോജിനാണെങ്കിൽ അവന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് ഈനോയെ ഈ കാര്യങ്ങൾ അറിയിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയുടെ മാക്ഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ബൊറൂട്ടോ ടീമും കട്ടാസ്കി ഡോക്ടറും ഷിക്കമരു. നറൂട്ടോ ആണെങ്കിൽ ഇപ്പോ ബൊറൂട്ടോട് പറയും, എത്രയും വേഗം ആ കാറെ കണ്ടെത്തണം. കവാക്കിയുടെ കൈ അത് കായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ ബോഡിയും വീക്കാവുകയാണ്. അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും കാറയുടെ സയന്റിഫിക് നിഞ്ച ടെക്നിക്സ് അത് കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ കറക്റ്റ് സമയത്ത് ഈനോ അവളാണെങ്കിൽ ഷിക്കമരുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ അവനെ അറിയിക്കും. എന്ന് പേരുള്ള ഒരു ഡോക്ടർ അവൻ ലീഫ് വില്ലേജിലേക്ക് വന്ന് ഷിക്കടയെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവന്റെ കഴുത്തിൽ ഒരു ബോംബ് അവൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിന്നെ മീറ്റ് ചെയ്ത് കാര്യമായിട്ട് എന്തോ സംസാരിക്കണം എന്നതാണ് അവന്റെ ആവശ്യം. ഞാൻ ഓൾറെഡി ഈ കാര്യം സായിയെയും അൻപോ ബ്ലാക്ക് ഓപ്സിനെയും അറിയിച്ചു കഴിഞ്ഞു എന്ന് പറയും. നറൂട്ടോ ആണെങ്കിൽ ഷിക്കമരു ടെൻഷൻ ആവുന്നത് കണ്ട് അവനോട് കാര്യം തിരക്കും. അതേസമയം ഇവിടെ മോഗിയും സായും അവർ രണ്ടുപേരും ആ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. മോഗി ആണെങ്കിൽ ടെൻഷനായി അവളുടെ ജിപ്സ് ഉപയോഗിച്ച് ആളെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സായിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ടെൻഷനാവും. മോഗി, നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഉടനെ ഡോക്ടർ ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇപ്പൊ സായിയോട് ദൂരത്തായി മരത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ബെൽറ്റ് കാണിച്ചു കൊടുക്കും. നീ ആ ബെൽറ്റ് കണ്ടോ? ഉടനെ സായി ആണെങ്കിൽ ആ ബെൽറ്റിലേക്ക് നോക്കും. അടുത്ത നിമിഷം അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ബെൽറ്റ് പൊട്ടിത്തെറിച്ച പോലെ 48 മണിക്കൂറിനുള്ളിൽ ഷിക്കടയും പൊട്ടിത്തെറിച്ചില്ലാതാവും. അവന്റെ കഴുത്തിലും അതേ ബെൽറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉടനെ മോഗി ആണെങ്കിൽ
ആ ഒരു ജിപ്സു അത് റിലീസ് ചെയ്യാണ്. ഡോക്ടർ ആണെങ്കിൽ സിമ്പിളായി മുൻപോട്ടേക്ക് നടന്നു വരും. എനിക്ക് നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് സംസാരിക്കേണ്ടത് ഷിക്കമരുവിനോടാണ്. ഷിക്കമരു ആണെങ്കിൽ ഹോളോഗ്രാമിന്റെ സഹായത്താൽ കണക്ട് ചെയ്ത് ഇപ്പോ ആ ഡോക്ടറിനോട് സംസാരിക്കാൻ തുടങ്ങും. ആണെങ്കിൽ ഷിക്കമരുവിനോട് പറയും, ആക്ച്വലി എനിക്ക് സംസാരിക്കാനുള്ളത് സാക്ഷാൽ നറൂട്ടോയോടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൊക്കാഗ. പക്ഷേ ജീഗണുമായിട്ടുള്ള ഫൈറ്റിൽ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് ചില സുപ്രധാന കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് തയ്യാറാവുന്നത്. അത് കേട്ട് ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ ഈനോയോട് ആ ഒരു കണക്ടിവിറ്റി അത് നറൂട്ടോയ്ക്കും കട്ടാസ്കിക്കും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറയും. അതിന് ഈനോ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും തന്നെ കണക്ടിവിറ്റി പോസിബിൾ ആക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ ഡോക്ടറിനോട് പറയും, നീ ചോദിച്ച ഞങ്ങളുടെ ഹൊക്കാഗ നറൂട്ടോ അവനും ലൈനിലുണ്ട്. സോ നിനക്ക് ധൈര്യമായിട്ട് അവനോട് സംസാരിക്കാം. അത് കേട്ട് ഡോക്ടർ ആണെങ്കിൽ ഒന്ന് ഷോക്കാവുകയാണ്. ഓ, ജീഗണുമായിട്ടുള്ള ഫൈറ്റില് ഹൊക്കാഗ നറൂട്ടോ ഇത്രയും വേഗം റിക്കവർ ആയിട്ട് എത്തിയോ? ഇതെനിക്ക് അവിശ്വസനീയം തന്നെയാണ്. ചോദ്യം അതൊന്നു മാത്രമാണ്, എന്നെ നിങ്ങൾ ലീഫ് വില്ലേജിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത്. എനിക്ക് ലീഫ് വില്ലേജിന്റെ ഒരു മെമ്പറായി മാറണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇന്റൽസും ഞാൻ കളക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. ആ ടെൻഡലിനെ കുറിച്ചും ജീഗണെ കുറിച്ചും ആ ടീമിനെ കുറിച്ചും അങ്ങനെ എല്ലാവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതെന്റെ ഈ ബോക്സിലുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഷോക്കാവും. നറൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ഷിക്കമരുവിനോട് പറയും, നമ്മളിപ്പോ എടുത്തു ചാടാനായിട്ട് പാടില്ല. ആദ്യം ആ ഡോക്ടറെ സമാധാനിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. ലക്ഷ്യ ഉദ്ദേശവും നമുക്ക് കണ്ടെത്തണം. അതിനെല്ലാം പ്രധാനമായിട്ട് ഷിക്കടയുടെ ജീവൻ, അതാണ് നമ്മൾ രക്ഷിക്കേണ്ടത്. അവിടെ ഓരോ മൊമെന്റും വളരെ കെയർഫുൾ ആയിരിക്കണം. എത്രയും വേഗം ആ ഡോക്ടറിനെ ഇവിടേക്ക് എത്തിക്കേ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ജീഗണെ കാണിക്കും. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ക്രാക്ക് അതിപ്പോ പതിയെ നോർമൽ ആയിരിക്കുകയാണ്. തറോസാക്കി ആണെങ്കിൽ ഇപ്പോ ജീഗന്റെ അടുത്തേക്ക് വരും. ഓ, നീ ഇവിടേക്ക് തിരികെ എത്തിയോ? ഇത്രയും ദിവസവും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നീ കളക്ട് ചെയ്ത ഇന്റൽസ് അത് എത്രയും വേഗം ഇവിടെ സ്റ്റോർ ചെയ്തതിനു ശേഷം നിനക്ക് പോകാമെന്ന് പറയും. അതേസമയം ഇവിടെ ഷിക്കട അവനാണെങ്കിൽ ഇപ്പോഴും ബോധമില്ലാതെ ആ ബെൽറ്റ് അതുമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ ആണ് ടീം. അവരിപ്പോ ആ ഡോക്ടറിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ ആണെങ്കിൽ ടെൻഷനായിട്ട് അവരോട് പറയും, നിങ്ങളുടെ വില്ലേജിലേക്ക് വരുന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക? എന്നോടുള്ള പെരുമാറ്റം അത് ഹാർഷായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷിക്കടയെ ഞാൻ ബാക്കി വെക്കില്ല. അത് കേട്ട് കൺട്രോൾ പോയ ഷിക്കമരു അവനങ്ങനെ ചാടി വന്ന് ഡോക്ടറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അതിന് നറൂട്ടോ ഷിക്കമരുവെ സമാധാനിപ്പിച്ച് ഇപ്പൊ തിരികെ വിളിക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഡോറിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കും. അവിടെ ബൊറൂട്ടോയും കവാക്കിയാണ് ടീമും. അവരെല്ലാവരും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കവാക്കി പറയും, കാറ ടീമിലെ പ്രധാനി അത് സത്യത്തിൽ ഇവനാണ് ദ ബ്രെയിൻ. ജീഗണെ കുറിച്ചും അവിടെയുള്ള എല്ലാവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഇവനറിയാം. ഇവൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് അതെനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഇവൻ വളരെ ബുദ്ധിമാനാണ്. അതുപോലെ തന്നെ വളരെയധികം ഡേഞ്ചറാണ്. എന്റെ അടക്കം എല്ലാവരുടെയും ബോഡി അത് സയന്റിഫിക് ടൂൾസ് വെച്ച് ഡിസൈൻ ചെയ്തത് ഈ ഡോക്ടറാണ്. കട്ടാസ്കിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ആ ജീനിയസ് ബ്രെയിൻ അത് ഇവന്റേതാണോ ചോദിക്കും. അതേസമയം ഇവിടെ ഡോക്ടറാണെങ്കിൽ നറൂട്ടോട് പറയും, എനിക്ക് വേറെ വഴിയില്ല, എന്നെ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ തയ്യാറാണ്. നറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, നീ ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും ഈ ലീഫ് വില്ലേജും നിന്നോടൊപ്പം ഉണ്ടാവും. അതല്ല നീ പറയുന്നത് കള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കൊന്നു തള്ളും. ആദ്യം നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ അതെനിക്ക് കേൾക്കണം. ഡോക്ടർ ഷിക്കമരുവിനോട് അവന്റെ സ്പെക്സ് അത് ആ ചുമരിന് ഓപ്പോസിറ്റായിട്ട് വെക്കാൻ പറയും. അതനുസരിച്ച് ഷിക്കമരു പ്ലേസ് ചെയ്യാണ്. ഉടനെ ഒരു ലൈവ് വിഷ്വല് അതങ്ങനെ പ്ലേ ആവും. മറ്റൊന്നുമല്ല, ആ കോജിക് വില്ലൻ അവനാണെങ്കിൽ ജീഗണുമായിട്ട് സംസാരിക്കുന്നത് ആ തവള ലൈവായിട്ട് ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ പറയും, ഇവനാണ് എന്റെ ഏക ആശ്വാസം. എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നത് അത് ഈ കോജിക്കാഷിയാണ്. ഉടനെ ജീഗണാണെങ്കിൽ കോജിക്കിനോട് പറയും, എനിക്കറിയാം നീയാണ് ആ എയർഷിപ്പ് അത് ക്രാഷ് ചെയ്യിപ്പിച്ചതെന്നും അതുപോലെ തന്നെ കവാക്കിയെ ഡെലിബറേറ്റ്ലി രക്ഷപ്പെടുത്തിയതെന്നും നീയും ഡോക്ടർ ആമഡോയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് തുടക്കം മുതലേ ഞാൻ മനസ്സിലാക്കിയതാണ്. ജീഗണത് പറയേണ്ട താമസം കോജിക്കാഷി അവനാണെങ്കിൽ ഷുരിങ്ങിനെ അങ്ങനെ വലിച്ചെറിയാണ്. ഞോട്ടിയടയിൽ ജീഗൺ അങ്ങനെ ഇൻവിസിബിളായി കോജിക്കാഷിയുടെ പിന്നിൽ വന്ന് റാറ്റ്സ് അവന്റെ പുറകിൽ കുത്തി അങ്ങോട്ട് കയറ്റും. പക്ഷെ അപ്പോഴായിരിക്കും അതിലും വലിയൊരു ട്വിസ്റ്റ്. അത് കോജിക്കാഷിയുടെ വേറൊരു ക്ലൗണാണ്. അവൻ ജീഗന്റെ പുറകിൽ അങ്ങനെ ഹായായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.